അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ആളാണ്. അദ്ദേഹം പറയുന്നു കുടുംബാന്തരീക്ഷം ഇപ്പൊ ഈ 20 ലക്ഷം ആൾക്കാർ ദിവസവും ബസ്സോയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റ് ബെഡിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത്. അതെല്ലാം വൈകിട്ടിരുന്നാണ് കഴിക്കുന്നത്. അതിലൊരു 50% വീട്ടിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്, വളരെ മാന്യമായിട്ട്. എല്ലാ വീട്ടിലും ഇപ്പോഴും ഈ ഓർത്തഡോക്സ് കോട്ടയം ജില്ലയിലേക്ക് ഏതെങ്കിലും ഓർത്തഡോക്സ് സമുദായത്തിൽ ഒരു 90% ആൾക്കാർ മദ്യപിക്കുന്നത്, പ്രായപൂർത്തിയായ പുരുഷന്മാർ മദ്യപിക്കുന്നവരാണ്. സ്ത്രീകളും മദ്യപിച്ചു തുടങ്ങി. ഇപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ചില സ്ത്രീകളും കഴിക്കുന്നു. ഒരു 5% സ്ത്രീകളും കഴിച്ചു തുടങ്ങി. ഇപ്പൊ അവരുടെ ഈ വീടുകളിലെ ചടങ്ങുകൾക്കാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചടങ്ങായി, കല്യാണമായാലും മരണമായാലും എല്ലാം ഈ മദ്യം ഉപയോഗിക്കുന്നുണ്ട് അവരെ. പിന്നെ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യമുള്ളത്, ഈ അവരുടെ സമുദായത്തിലുള്ള ആൾക്കാരെ അവർ ബോധവൽക്കരിക്കുകയും അവരില്ലാതാക്കുകയും ചെയ്യുന്നത്. മറ്റുള്ള സമുദായത്തിലെ ആൾക്കാരുടെ അവരെന്ത് കഴിക്കണം അല്ലെങ്കിൽ എന്ത് തിന്നണം എന്നുള്ളതിനെ കുറിച്ച് ഇവരെന്തിനാണ് കൈ കടത്തുന്നത്? അവരുടെ സമുദായത്തിലെ ആൾക്കാർ പള്ളി വിളിച്ചു പറയണം, മദ്യപിക്കുന്നവരാരും പള്ളി വരരുത്, അല്ലെങ്കിൽ അവരുടെ പള്ളിയിൽ നിന്ന് അവരെ പുറത്താക്കട്ടെ, സമുദായത്തിൽ നിന്ന് പുറത്താക്കട്ടെ. അവർ അത് ചെയ്യും. അല്ല പിന്നെ ഈ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ ഉപദ്രവിക്കുന്നതിനാ? ഓർത്തഡോക്സ് സമുദായത്തിൽ അവർ തീരുമാനം എടുക്കും. എത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ട് അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അവരൊരു തീരുമാനം എടുക്കട്ടെ. ഓർത്തഡോക്സ് സമുദായത്തിന്റെ പള്ളികളിലെ ഇടവാംഗങ്ങളെല്ലാം മദ്യപിക്കുന്ന ഇടവാംഗങ്ങളെ പുറത്താക്കുക, അവരുടെ കല്യാണങ്ങളെ പള്ളി നടത്താതിരിക്കുക, അവരുടെ സംസ്കാരങ്ങൾ നടത്താതിരിക്കുക, അവരുടെ കൊച്ചിനെമുക്ക് എല്ലാ ചടങ്ങുകളും ബഹിഷ്കരിക്കരുത്. തിരുമേനിമാരെ പറഞ്ഞാൽ പോലെ അതിന് വേറെ മറ്റു ജാതിക്കാരുടെ ഇടയിൽ ഇടപെടുന്നത്. അവരെന്തിനാണ് മറ്റ് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസിന്റെ ഇടയിലും അവരുടെ കാര്യങ്ങൾ അവരെന്ത് കഴിക്കണം, എന്ത് തീരുമാനിക്കണം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത്. ഇവർ 10 കൽപ്പനകൾ മുഴുവൻ ലംഘിക്കുകയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ കോട്ടയത്തെ ഓർത്തഡോക്സ് സമുദായത്തിലെ ഒരു അച്ഛൻ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തി 3 പേരെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചില്ലേ? അത് ഈ സമുദായം അത് തെറ്റല്ലേ? അത് കണ്ടുപിടിച്ചിട്ടാണോ ചെയ്തത്? അല്ല. മദ്യപിക്കുന്നവരെല്ലാവരും കൊലപാതകം ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ദിവസം 20 ലക്ഷം പേര് മരിക്കണോണ്ട് ഇവിടെ 20 ലക്ഷം പേര് മദ്യപിക്കുന്നുണ്ട് കേരളത്തില്. അപ്പോൾ അത്രയും കൊലപാതകം നടക്കണ്ടേ? ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ, ഓൺലൈൻ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാകും, ഒരുപാട് അപകടങ്ങൾ ഒഴിവാകും. പിന്നെ വഴിയിലെ ട്രാഫിക് നിയന്ത്രണം, പിന്നെ ഈ ഔട്ട്ലെറ്റിലെ തിരക്ക്, ഇതൊക്കെയാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. അല്ലാതെ ഈ മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കഴിക്കണം ഇത് കഴിക്കുക എന്നുള്ളതല്ല തീരുമാനിക്കേണ്ടത്. ഓൺലൈൻ ഇപ്പൊ ഇറച്ചി കിട്ടുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഓൺലൈൻ കിട്ടുന്നുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അത് പിന്നെ മദ്യം കൂടെ കൊടുത്താൽ എന്താ കുഴപ്പം? കെ തോമസ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു മറുപടി വേണം. അതായത് അദ്ദേഹം ആരാന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഫിലിപ്പോസ് പടിക്കല്, അദ്ദേഹം ആരോഗ്യകരമായ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടനയുടെ പേര്. ഞാനിപ്പോ സംഘടന എന്നുള്ള ഞാനൊരു സഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞോളൂ. ഇത് കള്ള് കുടിക്കുന്ന ഞങ്ങൾ കള്ളുകുടിയന്മാരുടെ സംഘടനയൊന്നുമില്ല. മാന്യമായിട്ട് മദ്യപിക്കുന്ന റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിന്റെ സംഘടനയാണ്. എനിക്ക് നിങ്ങളെ അറിയാം. ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടല്ലേ? നിങ്ങളുടെ ഏത് പള്ളി ഇടവക്കാരനാണ്? ഒന്ന് പറയാമോ? നിങ്ങൾ ഏത് പള്ളി ഇടവകയിൽപ്പെട്ട ആളാണ്? നിങ്ങൾ ഓർത്തഡോക്സ് സഭ? അതെ, മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി ആയിരുന്നു ഇപ്പോഴേ. അല്ല, അദ്ദേഹത്തിന്റെ പള്ളി ഏതാണ് ഞാൻ ചോദിച്ചത്? ഇടവപ്പള്ളി ഏതാണ്? കൊട്ടാരക്കര കലയപുരമാണ്. കൊട്ടാരക്കര ഉള്ള അദ്ദേഹത്തിന് കോട്ടയം ജില്ലയിലെ ആൾക്കാരെയൊക്കെ അറിയാമല്ലോ. എത്ര പള്ളികളിലെ നിങ്ങളുടെ പള്ളിയിൽ എത്ര പേര് കുടിക്കുന്നുണ്ട്? കുടിക്കാത്തവർക്കൊന്നും കണക്കുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. കൊട്ടാരക്കര എന്നല്ല, കേരളത്തിലെ ഓർത്തഡോക്സ് പള്ളി ആകെ ക്രിസ്ത്യാനികൾ ഇവിടെ 1 കോടി താഴെ ഉള്ളൂ, എല്ലാവരും കൂടെ കൂടിയാൽ. അതിനകത്ത് ഈ ഓർത്തഡോക്സ് സമുദായം എന്ന് പറയുന്നത് എത്രയുണ്ട്? ആര് എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്ന് അവരവരുടെ മൗലിക അവകാശമാണ്. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓർത്തഡോക്സുകാർ പറയുകയാണ് മറ്റുള്ളവർ പോലും ഇത് കഴിക്കരുതെന്ന് പറയുന്നത്. അത് എന്താ അർത്ഥമായിരിക്കുന്നത്? ബാധിച്ചമല്ലേ നിങ്ങളുടെ തീരുമാനം? ഇതിന്റെ പറയാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറയട്ടെ. ഞാൻ സംസാരിക്കുന്ന അതായത് ആരെന്ത് കുടിക്കണം ആരെന്ത് കഴിക്കണമെന്നൊന്നും ആരും നിർദ്ദേശിക്കുന്നില്ല. ഉപദേശം കൊടുക്കുന്നു, അതിനുള്ളതായ മാർഗനിർദ്ദേശം കൊടുക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് പറയുന്നുണ്ട് മദ്യപാനി സ്വർഗം അവകാശമാക്കിയില്ല എന്ന് തന്നെ ഞങ്ങളുടെ ഒരു അടിസ്ഥാന പ്രമാണമായിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ അതിന്റെ ബേസില് ഈ മദ്യപാനം കൊണ്ടുള്ളതായ ഭവിഷ്യത്തുകളെ പറയുവാനോ പ്രചരിപ്പിക്കുവാനോ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണോ? റൈറ്റ്സ് ടു എക്സ്പ്രഷൻ, റൈറ്റ്സ് ടു സ്പീച്ച് എന്നുള്ളതൊക്കെ ഇന്ത്യൻ ഭരണയുടെ അടിസ്ഥാന മൗലിക തത്വമാണ്. അപ്പൊ ഞങ്ങളിത് പറയുന്നു. അല്ല, അത് താങ്കൾ തീർച്ചയായിട്ടും അവകാശമുണ്ട്, ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി പോകുന്നവർ കഴിക്കുന്നത് വീട്ടിലിരുന്നല്ലേ? അങ്ങനെയെങ്കിൽ ആ മദ്യം വീട്ടിൽ കിട്ടിയാൽ, നേരിട്ട് കിട്ടിയാൽ എന്താ കുഴപ്പമെന്നാണ് ചോദ്യം. അല്ല, അദ്ദേഹം ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളാരും ഞങ്ങളെ ഉപദേശിക്കാനെന്ന്. ഇല്ല, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഓർത്തഡോക്സ് സമുദായത്തിലുള്ളവരെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലെടുക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക. നിങ്ങളുടെ സമുദായത്തിൽ എത്ര പേര് കഴിക്കുന്നു അവരെ നിർത്തുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ഓർത്തഡോക്സ് സമുദായത്തിലുള്ളവരെ കഴിക്കുന്നവരുടെ മദ്യപാനം ആദ്യം നിർത്തുക. നിങ്ങൾ പള്ളിയിൽ വിളിച്ചു പറയുക.
കുർബാന മധ്യേ വിളിച്ചു പറയുക. എന്നിട്ട് അങ്ങനെയുള്ളവരെ അവിടുന്ന് പുറന്തള്ളുക. പള്ളിയുടെ വികാരി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇടവക അംഗത്വം കളയുക. അവരുടെ സംസ്കാര കൃഷി പള്ളി നടത്തരുത്. കല്യാണങ്ങള് പിന്നെ ഒരു ചടങ്ങ് നടത്താതെ അവരെ ഒഴിവാക്കുക. ആദ്യം അത് ചെയ്യേ. അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ പിന്നെ എല്ലാവരും സാറിന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ അങ്ങനെ പറയുന്നില്ല എന്ന് സാറിന് എങ്ങനെ പറയാൻ പറ്റും? പറഞ്ഞിട്ട് എത്ര പേര് അംഗീകരിക്കുന്നു? എത്ര ചടങ്ങ് ഏതെങ്കിലും ഒരാളുടെ മദ്യപാനം നിങ്ങൾ നിർത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ യേശു ക്രിസ്തു പോലും പറഞ്ഞിട്ടേ ഉള്ളൂ. അത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ. യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണ് മിസ്റ്റർ തോമസ്? യേശു ക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതം എന്താണ്? മനുഷ്യനായി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തെന്നാ? കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കി 12 ഭരണി നിറച്ച് വീഞ്ഞാക്കി. അതല്ലേ അദ്ദേഹം ആദ്യം ചെയ്ത അത്ഭുതം. അദ്ദേഹം പിന്നെ 12 നിങ്ങളെ കൈന്നിട്ട് പറയുന്നതാണ്. അത്രയ്ക്കൊന്നും 10 ആയിക്കോട്ടെ. 10 ചെയ്തോ? 10 ഭരണി ചെയ്തോ? ഒറ്റയൊക്കെ വരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറഞ്ഞ പോരെ? ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ ചോദിക്കട്ടെ, ഒരു ഭരണിയെങ്കിലും അദ്ദേഹം ഒരു ഭരണിയിലെ വെള്ളമെങ്കിലും വീഞ്ഞാക്കിയോ? മാതാവ് പറഞ്ഞു മോനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തോ? വീഞ്ഞ് മദ്യത്തിന്റെ ഗണത്തിലാണ് പെടുന്നത്. പിന്നെ അല്ലേ വീഞ്ഞ് ക്രിസ്ത്യാനികൾക്ക് 23 ഡിസ്റ്റിലറി ഉണ്ട് കേരളത്തിൽ. 23 ഡിസ്റ്റിലറികളിൽ നിങ്ങൾ വീഞ്ഞ് ഉണ്ടാക്കുന്നില്ലേ? പണ്ട് നിങ്ങൾക്ക് ഓർത്തഡോക്സ് സമുദായത്തിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാ? ഉണക്കമഞ്ചി കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് ആ നീരായിരുന്നു കുർബാന മധ്യേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? പള്ളി വീഞ്ഞെന്ന് പറഞ്ഞ് വാങ്ങും. 14% ആൽക്കഹോളാണ് അതിന്. നിങ്ങളെന്തിനാ ആ വീഞ്ഞെന്തിനാ ഒരു ഇതായിട്ട് സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്നതിനാ? കേട്ടോ? അല്ല, താങ്കള് പിന്നെ അടിച്ചാക്ഷേപിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാക്കാതാണ്. അല്ല, നമുക്ക് ശ്രീ ഫിലിപ്പോസ്, താങ്കള് ഏത് സഭയുടെ ഭാഗമാണ്? താങ്കൾ പള്ളിയിലൊക്കെ പോണ ആളാണോ? ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാൻ ഏത് സമുദായത്തിൽപ്പെട്ട ആളെന്നോളോ അല്ല. ഞാൻ മനുഷ്യനാണ്. ഞാൻ ഇപ്പൊ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുന്നത്. പക്ഷെ ഈ തെറ്റ് ഈ ഓർത്തഡോക്സ് സമുദായത്തിലെ പ്രതിനിധി വന്നിട്ട് പറയാ നിങ്ങളെ ഇവിടെ ഈ നടത്തരുതെന്ന് പറയുമ്പം മദ്യ ഓൺലൈൻ നടത്തരുതെന്ന് പറയുമ്പോൾ അവരുടെ ആൾക്കാരെ ചെയ്യട്ടെ ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര 1000 ചില്ലുവാനം ക്രിസ്ത്യാനികൾ സമുദായം ഉണ്ട് ഇവിടെ. ക്രിസ്ത്യൻസ് മാത്രമല്ല മദ്യപിക്കുന്നത്. പ്രതികരിക്കേണ്ട കാര്യം എന്താണ്? ഞാനത് ഹട്ടേന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ ഓർത്തഡോക്സ് സമുദായത്തിലെ ആകെ ജനസംഖ്യ എത്ര ലക്ഷമുണ്ട്? താങ്കൾക്ക് ഓർത്തഡോക്സ് സഭയെന്ന് കേൾക്കുമ്പോൾ ഇത്ര അരിശങ്ങളുടെ കാര്യം എന്താ? അരിശം വേണ്ടിയല്ല. നിങ്ങൾ ഈ ഓർത്തഡോക്സുകാർ വന്നിട്ട് ഇവിടെ വന്ന് പറയുക, അല്ലെങ്കിൽ കത്തോലിക്കൽ KCBC-ക്കാർ വന്ന് പറയുക, ഓരോരുത്തരും ഇങ്ങനെ വന്ന് പറയാനായിട്ട് എന്താ ബാക്കിയുള്ളവരെ നിങ്ങൾ പറയുന്നത് കേൾക്കണോ? അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി എന്ന് പറഞ്ഞില്ലേ? ഞാനതിനെ പറഞ്ഞു. അതെ, അതിനകത്ത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. താങ്കൾ കേട്ടാ മതി. എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ഞാൻ പറയുന്നു. അത് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി. ഇയാൾ കേട്ടാ മതി. അതിന്റെ തെറ്റ് അതിന്റെ ലോജിക്കാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ലോജിക്കാണ് ചൂണ്ടിക്കാണിച്ചത്. താങ്കൾക്ക് കുടിക്കണമെങ്കിൽ കുടിച്ചോ. ഞാൻ അങ്ങനെ വലിയ മദ്യപാനി ഒന്നുമില്ല. എന്റെ ഒക്കേഷണൽ ഡ്രിങ്കറാണ് ഞാൻ. ഒരു ഒക്കേഷണൽ ഡ്രിങ്കറാണ് ഞാൻ. നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര വൈകാരികത. വെള്ളിയാഴ്ച ബാറും ഔട്ട്ലെറ്റുകളും ക്ലോസ് ചെയ്തിടണമെന്ന് പറയുന്നത് എന്തിനാണ്? താങ്കളെ സഭയുടെ ഉള്ളിലോട്ട് കയറി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അല്ല, സഭയുടെ ഉള്ളിലോട്ട് സഭക്കാർ പറയുന്നത് ഇങ്ങോട്ട് പറയുന്നതല്ലേ മറുപടി പറയേണ്ടത്? സഭക്കാർ വന്നിട്ട് സമുദായത്തിലെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ മദ്യപിക്കുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയില്ലതോ മിസ്റ്റർ തോമസേ? അല്ല, നമുക്ക് നമ്മുടെ വിഷയം മാറിപ്പോന്നു. ശ്രീ KK തോമസ്, അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങുന്നവർ വീട്ടിലിരുന്ന് തന്നെയല്ലേ കഴിക്കുന്നത്? പിന്നെ ഇത് വീട്ടിലേക്ക് നേരിട്ട് എന്താ കിട്ടിയാൽ കുഴപ്പമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശ്രീ KK തോമസ്, അതുകൊണ്ടാണ് ഞാൻ ഫാദറാണ്. ഞാൻ പറഞ്ഞത് ഒരു പുരോഹിതനാണ്, ഒരു വൈദികനാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞത്, കുടുംബ അന്തരീക്ഷത്തിലേക്ക് ഈ മദ്യം വരുമ്പോൾ കുടുംബത്തിന്റെ അന്തരീക്ഷം ഒന്നാമത് മാറും. രണ്ടാമത്, വ്യക്തി കുടിച്ചുകൊണ്ടിരുന്നതായ സ്ഥലത്ത് കുടുംബം ആയിട്ട് ഇതിലേക്കൊരു കൂട്ടായിട്ടുള്ളതായ ഒരു പങ്ക് ഇതിൽ ഉണ്ടാകുന്നു. അതിൽ നിന്ന് തന്നെ തമ്മിൽ തന്നെ തിരിച്ചറിവ് നഷ്ടപ്പെടും. സുബോധം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് മാറും. ഉറപ്പ് തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ ഹലോ അച്ഛൻ KK തോമസ് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അച്ഛനാണെന്ന് വിചാരിച്ചില്ല. അച്ഛനാണ്, ക്ഷമിക്കണം. ഞാൻ അച്ഛനോട് എതിർക്കത്തില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം അച്ഛനോട് പറയാം. ഏറ്റവും ദോഷം ഇപ്പൊ ചെയ്യുന്നത് സിന്തറ്റിക് ലഹരികളാണ്. നമ്മുടെ ഈ മദ്യം എന്ന് പറയുന്നത് വളരെ അപകടം കുറഞ്ഞ സാധനം. അത് എത്രയോ കൂടുതലാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1ാം ശത്രുവിനെ എതിർക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇപ്പം MBA MA യും
ഹൈബ്രിഡ് കഞ്ചാവുകളൊക്കെ വീടുകളിലും നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സ്കൂളുകളിലും അവരുടെ മൊട്ടായി ആയിട്ടും ഐസ്ക്രീമായിട്ടും മറ്റ് പല സാധനങ്ങളായിട്ടും വിറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട്. ആ സ്ഥിതിക്ക് മദ്യം എന്ന് പറയുന്നത് കുപ്പിക്കകത്ത് നമ്മുടെ വീട്ടിൽ വരുന്നു. നമ്മുടെ വീട്ടിലെ അതിപ്പോ പിള്ളേർക്ക് വാങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു കൊഴുതും ഇല്ലാത്ത ഒരു രീതിയിലാണ് അവിടെ ആപ്പ് വരാൻ പോകുന്നത്. ഒരു കഴിവും ഉണ്ടാവില്ല. സാധാരണക്കാർക്ക് അതൊന്നും ഇതിൽ വാങ്ങാൻ പറ്റാതെ വരും. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലായി നല്ല ഒന്നാമത് സാമ്പത്തിക ശേഷിയുള്ളവര്, രണ്ടാമത്തെ കാര്യം ഈ സ്മാർട്ട് ഫോൺ ഉള്ളവരെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. അതായത് ഒരു സ്റ്റാൻഡേർഡിലെ ഒരു നല്ല അപ്പർ ക്ലാസ്സിലേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. അവരുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് പ്രീമിയം ഡ്രിങ്കേഴ്സ്. ആ പ്രീമിയം ഡ്രിങ്കേഴ്സ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ ഇരുന്ന്. ഇപ്പൊ നമ്മുടെ ഓർത്തഡോക്സ് സമുദായത്തിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. മറ്റ് ക്രിസ്ത്യാനി സമുദായത്തിലൊക്കെ എല്ലാ വീടുകളിലും മദ്യം ഉപയോഗിക്കുന്നുണ്ട്. മക്കളും പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കും. അത് ലഹരി അവിടെ വീട്ടിൽ ഇരുന്ന് മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് വീടുകളിൽ പുറത്തു പോകുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, അപകടങ്ങൾ ഉണ്ടാകുന്നില്ല, തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഒരു അന്തരീക്ഷം നല്ല സ്നേഹപൂർവ്വമാകുന്നതാണ്. ഇപ്പൊ വീട്ടിലേക്കും ഭാര്യയും മക്കളും എല്ലാം കൂടി ഇരുന്ന് ചിന്ത കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷങ്ങൾ അറിയുന്നില്ല. അവരതിൽ വളരെ സൗഹൃദമായിട്ട് ജീവിക്കും. ഒരു ബസ് കഴിക്കുമ്പോൾ ഭാര്യ പറയും മതി ചേട്ടാ ഇന്നത്തേക്ക് ഇത് മതി, അങ്ങനെ പറഞ്ഞ് ചെയ്യും. മറ്റേ ബാറിൽ പോയി കഴിച്ചാൽ അല്ലെങ്കിൽ ക്ലബിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അയാൾ കഴിക്കും. വണ്ടി ഓടിച്ചു വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവും, മറ്റു ആൾക്കാരുമായിട്ട് അടിയും പിടിയൊക്കെ ഉണ്ടാവും. വീട്ടിൽ ഇരുന്ന് കഴിച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചട്ടി മുട്ടി ഒക്കെ അങ്ങനെയാണ് ഭാഗ്യമുള്ള. അതുപോലെ ചെറിയ സംസാരങ്ങളൊക്കെ തീരും. അവരവിടെ കിടന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. അത്രേ ഉള്ളൂ. വളരെ സേഫ് ആകുകയാണ്. ഈ ബാറിലോ മറ്റിടത്ത് പോകുമ്പോൾ ഒരു സിംഗിൾ മദ്യപാനിയെ രൂപപ്പെടുന്നുള്ളൂ. കുടുംബത്തിലാകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒറിജിനേഷൻ അവിടെ ഉണ്ടാകുക, അവിടെ ഒറിജിനേറ്റ് ചെയ്യുകയാണ്. ഒരു ഗ്രൂപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലുത്. അച്ഛൻ അറിയാൻ വേണ്ടി അച്ഛാ കോട്ടയത്തെ ആ കോടിമേൽ ഒരു ക്ലബുണ്ട്. അച്ഛൻ ഞായറാഴ്ച ദിവസം അവിടെ ചെന്നാൽ മതി. നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ, ഞാനൊരു ക്രിസ്ത്യാനി ഫാമിലി ജനിച്ചതുകൊണ്ട് പറയും, നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ കുടുംബമായിട്ട് വന്ന് അവിടെ പള്ളിയിൽ പോയിട്ട് ദേവലോകം പള്ളിയിലോ അല്ലെങ്കിൽ പാലായിലെ അൽഫോൻസാമ്മയുടെ പള്ളിയിൽ പോയിട്ട് വന്ന് അവിടെ ഭക്ഷണവും കഴിച്ച് കള്ളും കുടിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.